ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പോലെ വളരെ മിടുക്കരാണ് കാലിഫോർണിയയിലെ ഇലക്ഷൻ അധികൃതരും. അവിടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടു, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഇലക്ഷനുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ ഫലം ആ ഇലക്ഷനെ ബാധിക്കരുത്, അതിനുവേണ്ടി ഇങ്ങനെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. എന്തൊരു ബുദ്ധിയായിരുന്നു അല്ലേ! ഈ കേരളത്തിലെ ഫലം തമിഴ്നാടിനെയോ അല്ലെങ്കിൽ ബംഗാളിനെയോ ബാധിക്കാൻ പോകുന്നില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതങ്ങനെ തന്നെയാണ് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്. കേരളത്തിലെ ഫലം എന്തായാലും അത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബംഗാളിലോ പ്രതിഫലിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതത്ര ബോധ്യമായില്ല. അതുകൊണ്ട് ഒരു മാസം പെട്ടി അടച്ചുപൂട്ടി വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം കാലിഫോർണിയയിൽ ഇലക്ഷൻ ഈ മാസം 2-ാം തീയതി കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ 8-ാം തീയതിയായി. ഇന്നിപ്പോൾ 2-ാം തീയതി നമ്മുടെ അന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഈ ലോസ് ആഞ്ചലസിലെ മേയർ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള മേയർ കാരൻ ബാസ് അവർ മുന്നിൽ വന്നു. ഏതാണ്ട് 34% വോട്ട് അവർക്ക് കിട്ടി. 3,70,75,000 വോട്ടോ മറ്റോ അവർക്ക് കിട്ടി. അവർ 1-ാം സ്ഥാനത്ത് 34. 2-ാം സ്ഥാനത്ത് വന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി സ്പെൻസർ പ്രാറ്റ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയായിരുന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് ട്രംപൊക്കെ സപ്പോർട്ട് ചെയ്തതാണ്. 3-ാം സ്ഥാനത്തായി പോയി മലയാളിയായ നിത്യാരാമൻ. മലയാളി എന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടെ, കേരളത്തിലാണ് ജനിച്ചത്. പക്ഷേ തമിഴ് വംശജ അയ്യർ കുടുംബത്തിൽ പിറന്നതാണ്. അപ്പോൾ മലയാളവും തമിഴും കലർന്ന മലയാളിയാണ്. തമിഴ് കലർന്ന മലയാളം. നമ്മുടെ TN ശേഷൻ്റെ ഭാഷയിൽ തലയാളം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. എങ്ങനെയായിരുന്നാലും നിത്യാരാമൻ 3-ാം സ്ഥാനത്തായി പോയി. അപ്പോൾ അന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അവർ കരഞ്ഞ വീഡിയോ എല്ലാവരും വളരെ കണ്ണീരോടെ ദുഃഖത്തോടെ കണ്ടതാണ്. അവർ പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച വിജയമല്ല, പ്രതീക്ഷിച്ച റിസൾട്ടല്ല വന്നിരിക്കുന്നത്, വളരെ സങ്കടകരമായി പോയി എന്നൊക്കെ പറഞ്ഞ് അവർ കരയുന്ന ഒരു വീഡിയോ അത് ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ നിത്യാരാമൻ പാട്ടുപെട്ടി മടങ്ങിപ്പോയി എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. ഇന്നിപ്പോൾ ഇത് 8-ാം തീയതി ആയപ്പോഴത്തേക്ക് അവർ വിജയിച്ചു എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ കാലിഫോർണിയയിലെ നിയമങ്ങൾ പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ ഈ പ്രൈമറിയിൽ എല്ലാ പാർട്ടിക്കാരും അങ്ങ് മത്സരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന 2 പേര് നവംബറിൽ അവർ തമ്മിലാണ് മത്സരിക്കുന്നത്. ഇപ്പം നിത്യാരാമൻ ഡെമോക്രാറ്റാണ്, കാരൻ ബാസും ഡെമോക്രാറ്റാണ്. ഇവർ തമ്മിലാണ് ഇനി നവംബറിൽ മത്സരിക്കാൻ പോകുന്നത്. വേറൊരു സ്റ്റേറ്റിലും ആ പരിപാടി ഇല്ലയെന്ന് തോന്നുന്നു. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ 2 പാർട്ടിക്കാർ തമ്മിലാണ്, 2 പാർട്ടിയിലെ 1-ാം സ്ഥാനത്ത് വരുന്നവർ തമ്മിലാണ് മത്സരിക്കുന്നത്. ഇവിടെ പാർട്ടി പ്രശ്നമല്ല, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകളാണ് മത്സരിക്കുന്നത്. അപ്പം അങ്ങനെ റൺ ഓഫിൽ വരിക എന്ന് പറഞ്ഞാൽ, 2-ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കാലിഫോർണിയയിൽ. അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ ഇലക്ഷൻ കഴിഞ്ഞുവെങ്കിലും ഇലക്ഷൻ്റെ അന്ന് വോട്ടുകൾ എണ്ണുന്നു. പക്ഷേ ഈ ഇലക്ഷൻ ദിനം ആളുകൾ ഈ കാലിഫോർണിയയിലെ സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും മെയിൽ ഇൻ ബാലറ്റ് അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്, അവിടുത്തെ നിയമമൊക്കെ വെച്ച്. അപ്പോൾ എല്ലാവരും ആ മെയിൽ ഇൻ ബാലറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇലക്ഷൻ ദിനം വരെ അവർക്ക് കൊണ്ടുപോയി തപാൽപ്പെട്ടി കൊണ്ടുപോയിടാം. വോട്ട് ചെയ്തിട്ട് തപാൽപ്പെട്ടിയിലിടാം. ആ വോട്ട് ആ ബാലറ്റ് എത്തുന്ന മുറയ്ക്ക് എണ്ണിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്ര ബാലറ്റ് ആരൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പോലും പറ്റില്ല. ആ ബാലറ്റ് 9-ാം തീയതിക്ക് മുമ്പ് നാളെ ഇന്നിപ്പം തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ചയ്ക്കകം അത് കിട്ടിയിരിക്കണം. നാളെ കിട്ടിയാലും മതി, അത് ബാലറ്റായിട്ട് എണ്ണും. അപ്പോൾ അത് പോസ്റ്റ് മാർക്ക് എന്നാണെന്നുള്ളത് മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ലോസ് ആഞ്ചലസ് മേയർ സ്ഥാനത്തേക്ക്. ഇപ്പം ഇന്ത്യയിൽ നമുക്കറിയാം, ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഗരമാണ് ലോസ് ആഞ്ചലസ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന്. അപ്പോൾ അവിടുത്തെ മേയർ ഇലക്ഷനാണ് ഇങ്ങനെ മാറിയും മറിഞ്ഞും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റി നല്ലൊരു കമൻറ്റ് കേൾക്കുണ്ടായി. ഈ ഗവർണർ ഇലക്ഷന് മുന്നിൽ വന്നിരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സേവിയർ ബസേറ. അദ്ദേഹം നേരത്തെ ബൈഡൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്നു. എതിർ സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്റ്റീവ് ഹിൽട്ടൺ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇക്കണക്കിന് ഒരു 100 മീറ്റർ ഓട്ടം പൂർത്തിയാക്കണമെങ്കിൽ ഒരു 6 ദിവസമെങ്കിലും എടുക്കുമല്ലോ. ഇവരുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. ഇവർ 100 മീറ്റർ ഓടാനായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് തീർച്ചയായും തീരുമാനമില്ലാതെ. അതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് അതിലെന്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടെന്ന് അധികൃതർ പറയുന്നില്ല. പക്ഷേ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വളരെ ആക്ഷേപകരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇതൊരു വളഞ്ഞ വഴിയിലുള്ള വിജയമാണ്. ഗ്രേറ്റ് റിപ്പബ്ലിക്കൻസൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അവരെല്ലാം പരാജയപ്പെടുത്തുന്ന ഈ വോട്ട് അവർ വിജയിച്ചതാണ്. പക്ഷേ ഇങ്ങോട്ട് വോട്ടുകളുടെ പ്രവാഹമാണ്, എവിടുന്നൊക്കെയോ വോട്ടുകൾ വന്നിരിക്കുന്നു. ഇത് ആകപ്പാടെ കുത്തഴിഞ്ഞ, അതുപോലെ തന്നെ വളഞ്ഞ വഴിയിലൂടെയുള്ള റിഗ്ഡ് ഇലക്ഷൻ എന്നൊക്കെയാണ് അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുന്നത്. അതിനെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്നും ഉണ്ട്. ഈ ഒരു US അറ്റോർണി, US അസിസ്റ്റൻ്റ് അറ്റോർണി
ഈ വോട്ടെണ്ണുന്നിടത്ത് പോയി പരിശോധിക്കുന്നുമുണ്ട് എന്തെങ്കിലും ക്രമക്കേടൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ക്രമക്കേടൊന്നുമില്ല, അവിടുത്തെ സിസ്റ്റം ഇതാണ്, അവിടുത്തെ നിയമം ഇതാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഇതിനൊരു തീർച്ചയായും തീരുമാനവും വേണം. ഇലക്ഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ റിസൾട്ട് വരുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പോലും പോകുന്ന ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ തപാൽ വോട്ട് അന്ന് കിട്ടുന്ന തപാൽ വോട്ട് വരെ എണ്ണുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് പിന്നെ അന്ന് പോസ്റ്റ് മാർക്ക് ചെയ്താൽ മതി, തപാൽ പെട്ടിയിലിട്ടാൽ മതി. പിന്നെ അത് സൗകര്യം പോലെ വരുന്ന ദിവസം അനുസരിച്ച് അതുവരെ ഇങ്ങനെ വോട്ടെണ്ണിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇനിയും വോട്ട് എണ്ണാറുണ്ടാവും. ഇനി ഈ ലിസ്റ്റ് പിന്നെ സ്ഥാനാർത്ഥി പട്ടിക മാറി മറിയുമോ എന്നറിഞ്ഞുകൂടാ. അതിന് സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. കാരണം നിത്യാരാമന് 28% വോട്ട് കിട്ടി, എതിർ സ്ഥാനാർത്ഥിക്ക് 25%മേ ഉള്ളൂ. ഇവർ തമ്മിൽ ഏതാണ്ട് 22,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും വോട്ട് ഇനി മുന്നോട്ട് വരില്ല എന്നാണ് പറയുന്നത്. ഇനി ഗവർണർ ഇലക്ഷൻ ആണെങ്കിൽ പിന്നെ ഇപ്പോഴും പിന്നെ സേവ്യർ ബസേരയാണ് ഒന്നാമത്, രണ്ടാമത് ഈ സ്റ്റീവ് ഹിൽട്ടൺ നിൽക്കുന്നു, മൂന്നാമതൊരു ബില്യണർ അദ്ദേഹം ടോം സ്റ്റെയർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും പിന്നെ നല്ല പിന്നെ ഈ ഹിൽട്ടനും ടോം സ്റ്റെയറും തമ്മിൽ ഏതാണ്ട് 4.4% വ്യത്യാസമേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിലും വ്യത്യാസം വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഈ ഇലക്ഷന് ഒരു നിശ്ചയവുമില്ലാതെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഇലക്ഷനാണ്. അപ്പം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വന്ന് ഇതൊന്ന് പഠിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള എങ്ങനെയാണ് ഇത് നീട്ടിക്കൊണ്ട് പോവുക പിന്നെ എന്നുള്ളതിനെപ്പറ്റി. അത് പിന്നെ നാട്ടിലെ പോലെ മറ്റൊരു ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാം. എന്തായാലും നിത്യാരാമനെ പറ്റി പറയുമ്പം അവർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ്. ഇപ്പം മാംദാനി ന്യൂയോർക്ക് സിറ്റിയിൽ വിജയിക്കുമെന്ന് നമ്മളാരും തന്നെ വിചാരിച്ചതല്ല. കാരണം എതിർ സ്ഥാനാർത്ഥി ഗവർണർ പിന്നെ ആൻഡ്രൂ കോമോയാണ്. ആൻഡ്രൂ കോമോ അദ്ദേഹത്തിൻ്റെ പിതാവ് ഗവർണറായിരുന്നു, 4 തവണ ഗവർണറായിരുന്നു. ഇങ്ങനെ തന്നെ 3 തവണ ഗവർണറായിരുന്നു. പിന്നെ എന്തുകൊണ്ടും ജനപ്രീതിയുള്ള ആൾ. പക്ഷേ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് മാംദാനി വിജയിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഈ കാരൻ ബാസ് പിന്നെ മേയർ ഒക്കെ ആണെന്ന് പറഞ്ഞാലും അങ്ങോട്ട് പോരാ. നമുക്കറിയാം, ഒരു തണുത്ത മേയർ എന്നാണ് നമുക്കൊക്കെ തോന്നിയിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെയാണ് നിത്യാരാമൻ വരുന്നത്. പിന്നെ 45 വയസ്സോ മറ്റോ, 81 ജനിച്ചതാണ്. അവർ പിന്നെ കേരളത്തിൽ ജനിച്ചു 6ാമത്തെ വയസ്സിലാണ് അമേരിക്കയിലെത്തുന്നത്. ഹാർവാർഡിലും MIT പഠിച്ചു അർബൻ പ്ലാനിങ്. അതൊരു വലിയ കാര്യമാണല്ലോ. ഹാർവാർഡിലും MIT ലോകത്തിലെ ഏറ്റവും വലിയ 2 യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു. അപ്പോൾ അവിടെ പിന്നെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ് അവരുടെ പിന്നെ ഹസ്ബൻഡ് പിന്നെ രാമൻ, 2 കുട്ടികൾ, 2 ട്വിൻസ്. അപ്പോൾ അവർ ഇടയ്ക്ക് പിന്നെ ഇന്ത്യയിലേക്ക് പോയി അവിടെ പിന്നെ ട്രാൻസ്പെയറൻറ്റ് ചെന്നൈ എന്നോ മറ്റോ പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ചെന്നൈയിൽ അവിടെ കുറേ മാറ്റങ്ങൾക്കൊക്കെ ശ്രമിക്കുകയുണ്ടായി. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവിടെ രാഷ്ട്രീയ രംഗത്തൊക്കെ പിന്നെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചത്. 2020 അവർ ഈ ലോസ് ആഞ്ചലസ് സിറ്റി കൗൺസിലിലേക്ക് പിന്നെ മത്സരിച്ചു, വിജയിച്ചു. സിറ്റിംഗ് ഇൻകംബൻറ്റിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നെ 2024 വീണ്ടും വിജയിച്ചു. അപ്പോൾ അവർ ഈ ഹോംലെസ്നെസ് അക്കാര്യത്തിൽ വലിയ വിദഗ്ധയാണ് അവർ തന്നെ പറയുന്നത്. ഈ 100 കണക്കിന് മില്യൺ ഡോളറുകൾ പിന്നെ ഈ ഹോംലെസ് പ്രശ്നം തീർക്കാനായിട്ട് പിന്നെ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിന് അത് ഫലപ്രദമായി ഉപയോഗിക്കാനും ആ പ്രശ്നം ഇല്ലാതാക്കാനും കഴിയുമെന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രചാരണവും ഇവരുടെ അവകാശവാദങ്ങളും. തീർച്ചയായിട്ടും അവർക്കത് കഴിയുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ ഉണർന്നിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ തന്നെ കാലിഫോർണിയയിൽ തന്നെ ഏതാണ്ട് പിന്നെ 34,000 അത്രയും ആളുകൾ ഒരു ദിവസം വഴിയിൽ കിടക്കുന്നതാണ് പറയുന്നത്. 34,000 ആണോ 44,000 ആണോ അത്രയും പേര്. എന്തൊരു സങ്കടകരമായൊരു കാര്യമാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിൽ ഇത്രയും ആളുകൾ വഴിയിൽ താമസിക്കേണ്ടി വരുന്നു. അതിലൊരു വിഭാഗം ആളുകൾ ഡ്രഗ് അഡിക്ട്സും ഒക്കെ ആയിട്ട് അവർക്ക് വഴിയിലേ താമസിക്കാൻ പറ്റൂ, അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. എന്നതൊഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ നിവൃത്തികേടുകൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും പിന്നെ മറ്റ് വീടുകളില്ലാത്തതുകൊണ്ടും അങ്ങനെ വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്താണ് ആളുകളിങ്ങനെ വഴിയിൽ താമസിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കും എന്നാണ് പിന്നെ നിത്യാരാമൻ പറയുന്നത്. അപ്പോൾ അവരും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ്. പിന്നെ ഈ തീവ്ര ഇടതുപക്ഷ നിലപാടുകളാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിലെങ്കിലും. അപ്പം അതുപോലെ തന്നെ പിന്നെ പ്രാക്ടീസിങ് ഹിന്ദുവാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആൾ. നമ്മൾ മലയാളി, തമിഴ് വംശജയെങ്കിലും മലയാളം സംസാരിക്കുന്ന ആളാണല്ലോ മലയാളി. കേരളീയൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരളീയനാകണമെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിൻ്റെ മകനാകണം. ഇതുവരെ തമിഴ് വംശജയാണ്. തമിഴ്നാടിൻ്റെ ആ പാരമ്പര്യം.
അതെങ്ങനെയായാലും നമ്മളെ സംബന്ധിച്ചോളം അതൊന്നും ബാധകമായിട്ടുള്ള കാര്യമല്ല. ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലെ രണ്ടാമത്തെ നഗരത്തിലും പിന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം മാംദാനി ഇന്ത്യക്കാരനാണെന്നുള്ളത് മിക്ക ആളുകൾക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം. മാംദാനിയെ പറ്റി പറയുമ്പോഴെല്ലാം മുസ്ലിം എന്നൊരു വാക്കാണ്. അതുപോലെ തന്നെ ഉഗാണ്ടയിൽ ജനിച്ചു. ഉഗാണ്ടയിൽ എവിടുന്ന് വന്നിട്ടാണ് ഉഗാണ്ടയിൽ ജനിച്ചത് എന്നുള്ളതിനെപ്പറ്റി മാത്രം ആരും പറയുന്നില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി. ആ ഇന്ത്യ എന്നുള്ള വാക്ക് മറച്ചു വെച്ചിരിക്കുന്നു. നേരെ മറിച്ച് അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള വാക്ക് മറയ്ക്കാനാണ് സൗത്ത് ഏഷ്യ എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറ്. ഏതാണ് ഈ സൗത്ത് ഏഷ്യ? ഇങ്ങനെ പിന്നെ ഇന്ത്യയുടെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ഏഷ്യൻ വംശജർ, സൗത്ത് ഏഷ്യൻ അല്ല ഇന്ത്യൻ എന്ന് പറയുന്നതിന് മടി കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നു. അവരെ ഇലക്ഷനിൽ വിജയിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ രണ്ടാം സ്ഥാനത്ത് റൺ ഓഫിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരൻ ബാസ് ഇപ്പോഴും ജനപ്രീതി ഉണ്ടെന്നാണല്ലോ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇവരുടെ നിലപാടുകളും ഇവരുടെ ആശയങ്ങളും, ഇപ്പം മാംദാനിയെപ്പോലെ പുതിയ ആശയങ്ങളും പുതിയ നിലപാടുകളും ഉള്ള വ്യക്തിയാണ്. പല കാര്യങ്ങളിലും തീവ്രമായ ചിന്താഗതികളുണ്ട്, തീവ്ര ഇടതുപക്ഷ ചിന്താഗതികളുണ്ട്. ഇപ്പോൾ ഗാസായുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഈ ഔദ്യോഗിക നിലപാടിനെതിരാണ് അവർ പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരുടെ വിജയം സുപ്രധാനമാണ്. അത് വിജയിക്കുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. ഇന്ത്യക്കാരങ്ങനെ ഓരോ സ്ഥാനത്തേക്കും മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.